ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്നത്തെ സ്ഥിതിയല്ല മുമ്പ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തിൻ്റെ അഭിമാനമായിരുന്നു, ആവേശമായിരുന്നു. മറ്റൊരു പാർട്ടിയെപ്പറ്റി ചിന്തിക്കാത്തൊരു സ്ഥിതി വിഷയമുണ്ട്. ആ സാഹചര്യത്തിലാണ് സോമനാഥ ക്ഷേത്രത്തെ പറ്റിയ അവമാനം കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാരായ കെ മുൻഷി, രാജേന്ദ്ര പ്രസാദ്, സർദാർ പട്ടേൽ എന്നൊരു മുൻനിർത്തി സോമനാഥ ക്ഷേത്രം പുനഃചെയ്യും. ജവഹർലാൽ നെഹ്റു എതിർത്തുവെങ്കിലും അദ്ദേഹം എതിർപ്പ് തടസ്സമായി നിന്നില്ല. ഗാന്ധിജി വരെ അതിനെ സഹായിച്ചു. അത് മതേതരത്തിന് ക്ഷതമല്ലെങ്കിൽ വടക്കേ ഇന്ത്യ രാജ്യം മുഴുവൻ ആഹ്ലാദത്തിമർപ്പോടുകൂടി ആഘോഷിച്ച പ്രാണപ്രതിഷ്ഠ രാഷ്ട്രീയമാകുന്നത് എങ്ങനെയാണ് എൻ്റെ സുഹൃത്തുക്കളെ? എൻ്റെ എളിയ യുക്തിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ കപട മതേതരത്വം ഇനിമേലാൽ ഇവിടെ ചിലവാകാൻ പോകുന്നില്ല. നിങ്ങൾ മതേതരത്വം പറയുകയാണെങ്കിൽ മതേതരത്വം എല്ലാ കാര്യത്തിലും പറയും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞങ്ങളുടെ ഹൈക്കോടതിയിൽ ക്രിസ്മസ് ആഘോഷം, റംസാൻ ആഘോഷം, ഓണാഘോഷം ഒക്കെ കൊണ്ടു നടക്കണം. ആർക്കും ഒരു പരാതിയില്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതിനെ സഹർഷം സ്വാഗതം ചെയ്യുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്യും. കാരണം ഒരു ക്രിസ്മസ് ആഘോഷം നടത്തിയാൽ ഇവിടെ മതേതരത്വം ഇടിഞ്ഞുപൊടും എന്ന് ചിന്തിക്കാനുള്ള അല്പന്മാരല്ല ഈ രാജ്യത്തെ ഹിന്ദു വക്കീൽമാർ. അതുകൊണ്ട് എല്ലാവരും സസന്തോഷം പങ്കെടുക്കും. പക്ഷേ ഒരു ഭരണഘടനാ സ്ഥാപനമായ ഹൈക്കോടതിയിൽ ക്രിസ്മസ് ദിവസം പല സെക്ഷനുകളും കുരിശും ക്രിസ്മസ് നക്ഷത്രവും തൂക്കുന്നുണ്ട് അനുമതിയില്ലാതെ. അതിന് മതേതരക്കാർക്ക് പരാതിയില്ലല്ലോ. മറിച്ച് സരസ്വതി പൂജ നടത്തുമ്പോൾ അവരുടെ പ്രതികരണം എന്താണ് സാറി ഈ ഇരട്ടത്താപ്പിൻ്റെ മാനദണ്ഡം? നിങ്ങളുടെ മതേതരത്വം ഒരു മതവിഭാഗത്തിന് മാത്രം എതിരായിട്ടുള്ളതാണോ, അതോ യഥാർത്ഥ മതേതരത്വമാണോ? ഇനിയെങ്കിലും ഈ കാപട്യത്തെക്കുറിച്ച് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം ഈ ചർച്ചയിലൂടെങ്കിലും നിങ്ങൾ നിറവേറ്റണം. കാരണം ഇവിടെ മതേതരം അവകാശപ്പെടുന്ന 1-2 പേര് ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഇരട്ടത്താപ്പ്, ഈ കാപട്യം, ഈ കപട മതേതരത്വം രാജ്യത്തെ നിഷ്കളങ്കരായ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കി കഴിഞ്ഞു. അവരെ വോട്ട് ബാങ്കുകളാക്കി പ്രീണനം നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ചെയ്യുന്നതെന്ന് കർണാടകത്തിൽ അനുഭവത്തുന്നവർക്ക് മനസ്സിലായി. കർണാടകത്തിൽ ടിപ്പു സുൽത്താൻ്റെ പേര് എയർപോർട്ടിനിടാം എന്നിട്ടാണ് തെരഞ്ഞെടുപ്പിനിട്ടത്. അതുപോലെ പല വാഗ്ദാനങ്ങളും അതൊന്നും നടപ്പാക്കിയിട്ടില്ല. നടപ്പാക്കാൻ പറ്റില്ല എന്നറിയാം. പൊള്ളത്തരമാണ് എന്ന് നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് മനസ്സിലായി. ഇന്ന് അവർ മാറി ചിന്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ അങ്കലാപ്പ്. അതുകൊണ്ടാണ് ഈ ചടങ്ങ് മതേതരത്തിന് പറ്റിയതല്ല, നമ്മുടെ മതേതരത്തിന് ബലി കൊടുക്കലാണ് എന്ന അർത്ഥശൂന്യമായ വാദം ഉന്നയിച്ച് അതിൽ നിന്ന് മാറി. എന്നാൽ പരിപൂർണമായും മാറി നിൽക്കാനുള്ള അച്ചടക്കമുണ്ടോ? ഇല്ലല്ലോ. പല മുഖ്യമന്ത്രിമാരും പങ്കെടുത്തു. ഹിമാചൽ പ്രദേശിലെ പല മന്ത്രിമാരും പങ്കെടുത്തു. മുസ്ലിം സിനിമാ താരങ്ങൾ പങ്കെടുത്തു. മുസ്ലിം പണ്ഡിതന്മാർ പങ്കെടുത്തു. ഇവരൊന്നും വിലക്കിയില്ലല്ലോ. അതിനും പുറമെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ സ്വന്തമായി ആഘോഷിച്ചു. പല സംസ്ഥാനങ്ങളും സ്വന്തമായി ആഘോഷിച്ചു. ഇപ്പം ശശി തരൂർ പറഞ്ഞത് ജയ് ശ്രീരാം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, അത് നമ്മുടെ വികാരം പ്രകടിപ്പിക്കലാണ്. ഡിവൈഎഫ്ഐക്കാർ അദ്ദേഹത്തെ സംഘി എന്ന് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പം ചുരുക്കത്തിൽ നമ്മുടെ രാജ്യത്ത് യഥാർത്ഥ മതേതരത്വം പറയുന്ന ആളുകളെ സംഘി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന പ്രവണത, സർ, ഇത് ചെലവാകാൻ പോകുന്നില്ല. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതിയാകൂ. ഈ മതേതരത്വം എന്ന കാപട്യം ഇവിടെ മുസ്ലിം സഹോദരന്മാരുടെ ഇനിമേൽ വിൽപ്പന ചരക്കാക്കാൻ പറ്റില്ല. അവർ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ലോകമെമ്പാടും ആദരിക്കുന്ന രാമൻ്റെ കൂടെ അവർക്കും വികാരങ്ങളുണ്ട്. ആ വികാരം പ്രകടിപ്പിച്ചു കഴിഞ്ഞു, ഇനിയും പ്രകടിപ്പിക്കും. അടുത്തത് അയോധ്യയിൽ നിർമ്മിക്കാൻ പോകുന്ന ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഖുർആൻ ആ പള്ളിയുടെ അകത്തുണ്ടാകും. ഇനി അവിടുത്തെ ഹിന്ദു സഹോദരങ്ങൾ അതിനു വേണ്ടി കാര്യമായി പ്രവർത്തിക്കാൻ പോവാണ്. അപ്പോഴും നമ്മുടെ കപട മതേതരവാദികൾക്ക് നിരാശയാവും. കാരണം അവരുടെ പരിപാടി പറ്റില്ല. അവർ വർഗീയ ലഹളം ഉണ്ടാക്കാൻ ശ്രമിച്ചു, നടന്നില്ല. നിങ്ങൾക്ക്
കൂടുതൽ നിരാശ കരുതിയിരിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ അനുഭവിച്ചോളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനിയെങ്കിലും ഈ കപട മതേതരവാദം ഈ രാജ്യത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കരുത്. അത് ഈ രാജ്യത്തെ കാര്യമായി നശിപ്പിച്ചിട്ടുണ്ട്. ഇനി മേലാൽ ആ നാശം സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇന്ത്യക്കാരും ഹിന്ദുക്കളും ആദ്യമായി അന്തസ്സോടെ തല ഉയർത്തി പറഞ്ഞു. പണ്ട് ബോംബെ നഗരത്തിലൊരു മുദ്രാവാക്യമുണ്ടായിരുന്നു, ഗൗരവ സെ ബോൾ ഹം ഹിന്ദു ഹേ. ആ വിദ്വാൻ ഇന്ന് നിങ്ങളുടെ മതേതരത്വത്തിൻ്റെ ആളാണ്, ഉദ്ധവ് താക്കറെ. അപ്പം അദ്ദേഹം പറഞ്ഞ മതേതരത്വമെങ്കിലും നിങ്ങൾക്ക് ബാധകമാവണ്ടേ സുഹൃത്തുക്കളെ? അപ്പം എന്തിനാ ഈ കാപട്യം? ഈ കാപട്യം ഇനി ചിലവാൻ പോകുന്നില്ല. അത് നിർത്തിവെച്ച് മറ്റെന്തെങ്കിലും പരിപാടി, സത്യമായ മൂല്യങ്ങളല്ല രാഷ്ട്രീയത്തിൽ, ആദർശ രാഷ്ട്രീയത്തിൽ, പരിപാടികളുടെ രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിച്ചാൽ ഈ രാജ്യത്തിനും ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർക്കും ന്യൂനപക്ഷ സഹോദരന്മാർക്കും ഭൂരിപക്ഷത്തിനും നിങ്ങളോട് അല്പമെങ്കിലും അനുകമ്പയുണ്ടാവും.